ഇന്ത്യൻ പ്രോഫിറ്റ് ഉണ്ടാക്കണം. 2 കൊത്തൊക്കെ ഇവരെ കിടന്ന് പറയുന്നു KKPP കിട്ടിയാൽ കിട്ടി, പോയാ പോയി, എങ്ങനെയാണ് ബിരിയാണി കൊടുത്തത്. ഈ ഒരു മാനസികാവസ്ഥയായിരുന്നു. അനുസാദാര്യം കൊണ്ട് വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്യും. നിന്നെ കൊണ്ട് പറ്റും, യു ക്യാൻ. 2 കൊത്ത് ഒരു ദിവസം നീ വാങ്ങിക്കും. അനീസാറും പറയും നീ ഒരു ദിവസം ITC ആകും. ITC ഓർഗനൈസേഷൻ 1-ൽ 10 കോടി, ഓർഗനൈസേഷൻ 2-ൽ 10 കോടി, 5000 രൂപ ഉണ്ടാക്കി അത് ഗ്രോയിങ് സൈഡിൽ കയറ്റി ആ ആഴ്ച 450 വാങ്ങിക്കാൻ പെടുന്ന പാടിരിക്കാൻ. ഈ സമയത്താണ് 10 കോടിയുടെ കാര്യം പറയുന്നത്. അപ്പൊ ഇവരുടെ വീട്ടിലെ തിന്നുണ്ട്. ഇന്നിപ്പോ വീട് മോഡിഫൈ ആണ്, അന്നും വീട് അത്ര മോഡിഫിക്കേഷൻ അല്ല. തിന്നേല് ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ നിലത്തിരിക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു ITC ആവണം, ITC ആകും. അപ്പൊ എനിക്ക് വിശ്വാസമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ITC എങ്ങാണോ ആയാൽ ലൂയിസ് ഫിലിപ്പിന്റെ 2 സ്യൂട്ട് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചത്. അത് നിന്നെ വില. എന്തായാലും ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, അടുത്ത ആഴ്ച അങ്ങോട്ട് ITC ആവും. അടുത്ത കട്ട് ഓഫില് എപ്പോഴാണ് ലൂയിസ് ഫിലിപ്പിന്റെ സൂട്ട് വാങ്ങിക്കാൻ പോകേണ്ടത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് ബിലീഫ് ഇല്ലായിരുന്നു. എനിക്ക് മുമ്പോട്ട് പോയപ്പോഴാണ് ബിലീഫ് വന്നത്. പക്ഷേ ഒരൊറ്റ കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഒറ്റ കാര്യം, ഉള്ള കാര്യം പറയാമല്ലോ. ചിലപ്പോൾ നിങ്ങൾക്കും 2 കൊത്ത് കിട്ടുന്നൊക്കെ ബിലീഫൊക്കെ ചില ആൾക്കാർക്കാണ്, ചില ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെ ചില പോരായ്മകളൊക്കെ ഉണ്ട്. ഒന്നേ ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഒറ്റ തോന്നലേ തോന്നിയിട്ടുള്ളൂ, 2 കൊത്ത് നിലവിൽ ആരും തരാമെന്ന് പറയുന്നില്ല. നിങ്ങളുടെ കാർഡിൽ പറയുന്നുണ്ട, പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യം കേട്ടാ. ആഴ്ച 2 കൊത്ത്, മാസം 8-40 തരാമെന്ന് പറയുന്നില്ല. അപ്പൊ ഞാനും എന്നോട് തന്നെ ചോദിച്ചു. പലപ്പോഴും ഞാൻ എന്നോടുള്ള ഇന്റേണൽ എനിമിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ആ സാധനം നമ്മളെ കുറിച്ച് കുഴപ്പമാക്കുന്നത്, കിട്ടത്തില്ലടാ, കിട്ടത്തില്ല, കിട്ടത്തില്ല, ഇങ്ങനെ അകത്തുനിന്ന് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ അതിനോട് തന്നെ ചോദിച്ചു, അല്ല 2 കൊത്ത് നിനക്ക് വാങ്ങിച്ചു തരാൻ പറ്റും, ഓപ്ഷൻ വല്ലതും ഉണ്ടോ, കിട്ടാനുള്ള ഓപ്ഷൻ വല്ലതും ഉണ്ടോ? അപ്പൊ പുള്ളി മെസ്സേജ് ഒന്നും ഇല്ല. അപ്പൊ കിട്ടുന്നേ കിട്ടട്ടെ, ഉള്ളതാകട്ടെ. ഡെയിലി റീറ്റെയിൽ ഒരു 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത്രയായി. പതുക്കെ പതുക്കെ മുമ്പോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞപ്പോ 1000 കിട്ടി, 2000 കിട്ടി, 3000 കിട്ടി, 4000 കിട്ടി, 10000 കിട്ടി, 25000 കിട്ടി, 25000 കിട്ടി, 50000 കിട്ടി. പെണ്ണൊക്കെ പറഞ്ഞു ഒന്ന് സീലിംഗ് പ്ലാൻ ചെയ്താലോ. ഞാൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെയും പ്രാക്ടിക്കൽ 5 ലക്ഷം കയറുന്ന സ്ഥലത്ത് എവിടെ 24 ലക്ഷം രൂപ കയറുക. സോ പ്ലാൻ ചെയ്തു. ശരിക്കും ഞാൻ സീലിംഗ് എന്ന എമൗണ്ട് വളരെ നിസ്സാരമായിട്ട് ഒറ്റ ആഴ്ച കൂടി അക്കൗണ്ടിൽ വന്നു. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരടി ITCയിലേക്ക് എത്തുന്നു. ഏതാണ്ട് ആഞ്ഞു പിടിച്ച തട്ടി കണിയിട്ട് ഈ ഒരു ഡോറിനോട് ITC ആയിട്ട് കയറേണ്ട. അവനങ്ങനെ ആഞ്ഞു പിടിച്ചിട്ടു. എന്നാൽ ഈ 120ാമത്തെ മാസം ITC ആണ് കൺഫേം. ചെറിയ ഷോട്ടേ ഉള്ളൂ. 2ാമത്തെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് NTCയിലിരിക്കുന്നു, CTCയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നല്ല വരുമാനം, സ്റ്റേബിൾ ആയിട്ടുണ്ട്, വലിയ സ്വപ്നങ്ങൾ ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള സത്യം പറയാലോ, എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല. എന്താന്ന് ചോദിച്ചാൽ ഈ കിട്ടിയതൊന്നും അല്ല ഇതിനകത്ത് ഇൻകം എനിക്ക് മനസ്സിലായി. കമ്പനിയുടെ അച്ചീവേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കാൻ നേരത്ത് മുബീൻ സാറിന്റെ കാണിക്കല്ലേ, മുബീൻ സാറിന്റെ ഒരു 7 ID ITC, CTC, NTC. അത് ഇന്നലെ ഞാൻ നോക്കിയപ്പോ അനൂപ് സാറ് ടോപ്പ് 20 കിടപ്പുണ്ട് കമ്പനിയുടെ അകത്ത്. അഭിമാനിക്കാം, ടോപ്പ് 20. അനീഷ് സാറിന്റെ ഐഡി ടോപ്പ് 50 കിടപ്പുണ്ട്. എനിക്ക് ടോപ്പ് 198 എത്താൻ പറ്റി. അത് 200ാമത്തെ ലിസ്റ്റിനകത്ത് ഓൾ ഇന്ത്യ എത്താൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെ നോക്കിയപ്പോ അതെന്തായാലും ഒരു ടോപ്പ് 100ൽ എത്തിക്കണം. ഒരുപാട് ITC ഇങ്ങനെ കിടപ്പുണ്ട്. മന്ത്ലി ഇൻകം പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഉറക്കം പോയിരിക്കുകയാണ്. കാരണം വലിയ ടേൺ ഓവർ ആണ് വരുന്നത്. അതുകൂടാതെ തന്നെ കമ്പനി ഒരുപാട് സ്ഥലത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. ഒരുപാട് പ്രോഡക്റ്റുകൾ വരുന്നു. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ശരിക്കും എക്സൈറ്റ്മെന്റ് ഇല്ല. അതിലേക്ക് എത്താൻ എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയാണ് ഇപ്പോ. ശരിക്കും ഇപ്പൊ കിട്ടുന്ന വരുമാനമൊന്നും ഒന്നുമല്ല. ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ്. എക്കണോമിക്കൽ പവർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞ തിയറി. സോ ആ തിയറി മനസ്സിലാക്കി ഇന്ന് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ചെറുതല്ല. ഇതിനെ അറിയാൻ ശ്രമിക്കുക, ഇതിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. ഇതിലേക്ക് അടുത്ത് കഴിയുമ്പോഴേ ഇതിന്റെ ചൂടറിയത്തുള്ളൂ, ഇതിന്റെ സ്നേഹം അറിയത്തുള്ളൂ, ഇതിന്റെ സ്നേഹം അക്കൗണ്ടിൽ വരുള്ളൂ. സോ ഒരു പ്രീ ജഡ്ജ്മെന്റോടുകൂടി ഇതിനെ കാണരുത്. ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുക. ഒരു അൺകണ്ടീഷണൽ എഫോർട്ട് ഇടാൻ പറ്റുന്ന ആൾക്കാർക്കാണ് ഇവിടെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്, പാസീവ് ഇൻകം, ഇതൊരവസ്ഥയാണ്. എന്തുവാ